എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ കടലപ്പരിപ്പ് പ്രഥമനാണ്. തിരുവോണ നാളില് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. വളരെ സ്വാദേറിയ ഈ ഒരു പ്രഥമൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 650 ഗ്രാം അളവിലാണ് കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പരിപ്പ് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് കഴുകി വറുത്തതിന് ശേഷവും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പരിപ്പ് ഫ്രൈ ചെയ്യാതെ തന്നെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ള പരിപ്പിലേക്ക് 1 സ്പൂൺ അളവിലെ നെയ്യ് കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാനായിട്ടും. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 650 ഗ്രാം അളവിലുള്ള പരിപ്പായതുകൊണ്ട് ഇതിലേക്ക് 1 കിലോനും 100 ഗ്രാം അളവിൽ കൂടിയാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ശർക്കര 1 ലിറ്റർ വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ 3 നാളികേരം ഒന്ന് തിരുമ്മി പാല് പിഴിഞ്ഞെടുക്കണം. 1 ലിറ്റർ രണ്ടാം പാലും 1/2 ലിറ്റർ ഒന്നാം പാലുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ ശർക്കര പാനി നല്ലതായിട്ട് തന്നെ ഉരുക്കി വന്നിട്ടുണ്ട്. അതുപോലെ വേവിക്കാൻ വെച്ചിട്ടുള്ള പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്തുടയാത്ത പരിപ്പിനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഓട്ടുരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പരിപ്പിലെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തൊന്ന് വറ്റിച്ചെടുക്കാം. ശർക്കര പാനി മുഴുവനും തന്നെ പരിപ്പിലേക്കൊന്ന് പിടിച്ച് വരണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. രണ്ടാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വരണം. പ്രഥമൻ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് കാറ്ററിംഗുകാർ ചേർക്കുന്ന 15 ഈത്തപ്പഴം നല്ലതുപോലെ കുതിർത്തിയെടുത്തതിന് ശേഷം കുറച്ച് നാളികേര പാലില് അരച്ച് ഈ ഒരു പ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് ചേർക്കണം. ഇനി നമ്മുടെ പ്രഥമൻ ഒന്ന് കുറുകി വരുന്നത് വരെയും നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്രഥമൻ നന്നായിട്ട് തന്നെ കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ പ്രഥമൻ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി നല്ലൊരു സ്വാദിനായിട്ട് ഏലക്കയും ചുക്കും കൂടി ചേർത്ത പൊടിച്ച പൊടി ചേർക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യില് കാഷ്യൂ നാളികേര കൊത്തുകൂടി ചേർത്തൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ടൊന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.